ആഹാ, നല്ല മഴ. അയ്യോ മഴ, ഇറങ്ങി നനഞ്ഞാലെന്താ? ഓ, നിനക്ക് നടി വട്ടാണോ? മനുഷ്യനിവിടെ തണുത്തിട്ട് വയ്യ. മോളെ പാറു, ഇത് വട്ടാണെങ്കിലേ ഈ വട്ട എനിക്ക് ഇഷ്ടമാ. ഇങ്ങനെ നല്ല മഴയത്ത് ചൂട് കട്ടൻ കാപ്പിയും നല്ല ക്രിസ്പി പക്കാവടയും, ആഹാ അന്തസ്. നല്ലതാ. അപ്പോഴേ മോളിവിടെ തനിച്ചിരുന്നങ്ങ് ആസ്വദിക്കുക കേട്ടോ. ഞാൻ പോയി മൂടിപ്പോച്ച് കിടന്നുറങ്ങട്ടെ. പാറു നിക്ക്, പോവല്ലേ, ഒരു കമ്പനി കാടി. ഓ പിന്നെ, ഇങ്ങനെ തണുത്ത് വരച്ചിരുന്ന് കമ്പനി തരാനേ എന്റെ ഇതിനെപ്പുള്ള വട്ടൊന്നുമില്ല. എടി പൊട്ടിക്കാലി, ഈ മഴ എന്ന് പറയുന്നത് ഒരു വികാരമാണ്. അത് ആസ്വദിക്കാനും വേണമല്ലോ. അതെ അതെ, മഴയൊരു വികാരമാണ്. ഇങ്ങനെ മൂടി പോച്ച് കിടന്നുറങ്ങാൻ പറ്റിയ സമയം വേറെ ഇല്ല. കലാബോധം ഇല്ലാത്ത തെണ്ടി, നിനക്കറിയോ ഈ മഴയത്താണ് ഇത്ര ഇണക്കുരുവികൾ? ഇണക്കുരുവികളോ? നീ എന്താ ഉറങ്ങാൻ പോകുന്നില്ലേ? ഉറക്ക ഇനി ആവുമല്ലോ. നീ ഇത് പറ, എന്താ ഇണക്കുരുവികൾ? ആരാ അത് പിന്നെ നീ പറ, സസ്പെൻസ് ഇടല്ലേ. നനഞ്ഞ മണ്ണിന്റെ ഗന്ധം. വെയിറ്റ്, ഇതിലെവിടെ ഇണക്കുരുവി? എടി വരും, ഇതിനൊക്കൊരു നാട്ടു നടപ്പുണ്ട്. ആണല്ലേ? എങ്കിൽ ശരി, കഥാകാരി തുടങ്ങിയാലും കേക്ക്. നനഞ്ഞ മണ്ണിന്റെ ഗന്ധം അന്തരീക്ഷത്തിലെങ്ങും പടർത്തിക്കൊണ്ട് മഴ പതിയെ കുറഞ്ഞു തുടങ്ങി. ഒരു നേരിയ തണുത്ത കാറ്റ് അവിടെ എങ്ങും നിറഞ്ഞു നിന്നിരുന്നു. വരാന്തയിൽ അങ്ങിങ്ങായുള്ള വുഡൻ ശബ്ദവും വാൾ ക്ലോക്കിലെ ടിക് ടിക് ശബ്ദവും ഒഴിച്ചാൽ അവരുടെ ഷെയർഡ് അപ്പാർട്ട്മെന്റ് വളരെ ശാന്തമായിരുന്നു. ഹോബി എന്നത്തെയും പോലെ അവന്റെ സ്പെഷ്യൽ ചായ നിരത്തി വെച്ച 2 കപ്പുകളിലേക്കായി പകർന്നു. ജിമിന്റെ ശീലങ്ങൾ അവന് നന്നായി അറിയാം. അധികം വൈകാതെ തന്നെ അവൻ തന്റെ പുറകെ എത്തുമെന്നും അവൻ ഉറപ്പായിരുന്നു. അവന്റെ ഊഹം തെറ്റിയില്ല. കുളി കഴിഞ്ഞ് ഈറൻ മുടി കൈകൊണ്ട് അലസമായി കൂതിയൊതുക്കി ജിമിൻ പുറത്തെ വരാന്തയിലേക്കായി നടന്നു വന്നു. അവനിട്ട ഓവർ സൈസ്ഡ് ഹുഡി കണ്ടാലറിയാം അത് അവൻ്റെതല്ല. തോളുകൾ തമ്മിൽ തൊട്ടുരുമ്പും വിധം അവൻ ഹോബിയുടെ അരികിലായിരുന്നു. ശേഷം ഒരു വാക്കുപോലും പറയാതെ മുന്നിലിരുന്ന ചായക്കപ്പ് അവൻ കയ്യിലെടുത്തു. താഴേക്ക് കുതിക്കാൻ പരസ്പരം മത്സരിക്കുന്ന മഴത്തുള്ളികളെയും നോക്കി തങ്ങളുടെ ഓരോ കവിൾ ചായയും അവർ നിശബ്ദമായി നിവർന്നു. അസ്വസ്ഥമാണെന്ന് തോന്നിയേക്കാവുന്ന ആ നിശബ്ദത പോലും വളരെ മനോഹരമായി അവിടെ കാണപ്പെട്ടു. എന്തിന്, അവരുടെ ശ്വാസഗതിക്ക് പോലും ഉണ്ടായിരുന്നു ഒരു താളം. സ്ട്രേഞ്ച് അല്ലേ? ഒടുവിൽ പതിഞ്ഞ സ്വരത്തിൽ ജിം ചോദിച്ചു. എന്ത് സ്ട്രേഞ്ച്? തല ചരിച്ചുകൊണ്ട് ഹോബിയുടെ മറു ചോദ്യം. എന്നാൽ ജിമിൻ അപ്പോഴും പുറത്തു പെയ്യുന്ന മഴയിലേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. നീ കൂടെ ഉണ്ടെങ്കിൽ എല്ലാം അവൻ തുടർന്നു. പക്ഷേ സ്വരം ദുർബലമായിരുന്നു. പറഞ്ഞുപോയ കാര്യം പറയാമായിരുന്നു എന്ന് സ്വയം ചോദിക്കുന്നത് പോലെ. ജിമിൻ പറഞ്ഞത് കേട്ട് ഹോബിയുടെ കണ്ണുകൾ വിടർന്നു. അധികം വൈകാതെ തന്നെ ആ അത്ഭുതം ഒരു ചെറു പുഞ്ചിരിയിലേക്ക് വഴിമാറി. ഹോബി അത് ശരിവെച്ചു. അവൻ ജിമ്മിനെ നോക്കി സൗമ്യമായി തുടർന്നു. ചിലപ്പോ നമ്മള് പോലും അറിയാതെ ഇത് കേട്ടതും ജിമ്മിൻ ചിരിച്ചു. ഹോബിയുടെ വാക്കുകൾ അവന്റെ മനസ്സിൽ കുളിർ കോരിയിട്ടു. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം ജിമിൻ പോലും അറിയാതെ അവന്റെ കണ്ണുകൾ ഹോബിയിലേക്ക് നീങ്ങി. മഴയിൽ അലിഞ്ഞു ചേർന്ന നേർത്ത വെളിച്ചം പോലും അവനിൽ സദാ നിറഞ്ഞു നിൽക്കുന്ന പുഞ്ചിരിയെ കൂടുതൽ സുന്ദരമാക്കുന്നത് എങ്ങനെയെന്ന് ജിമിൻ ആശ്ചര്യപ്പെട്ടു. പെട്ടെന്ന് പേരറിയാത്ത എന്തോ ഒന്ന് അവനിൽ തികട്ടി വന്നു. ഇത് വെറുമൊരു സൗഹൃദമാണോ? അല്ല, കേവലം ഒരു സേഫ് പ്ലേസ് എന്നതിലുപരി ഹോബി അവൻ്റെ ആരെല്ലാമോ ആണ്. അത് ആത്മാർത്ഥവുമാണ്. ഓർക്കുന്തോറും ജിമിന്റെ കവിൾ ചുവന്നു തൊടുത്തു. എന്നാൽ അതവൻ തിരിച്ചറിഞ്ഞ നിമിഷം നോട്ടം പിൻവലിച്ചു. പെട്ടെന്നുണ്ടായ ഭാവമാറ്റം മറയ്ക്കാനെന്നോണം അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ചൂട് ചായ
ഊതുന്നതായി വെറുതെ നടിച്ചു. ജിമിൻ ഒരിക്കലും ഒരു നല്ല നടനല്ല. ആയിരുന്നെങ്കിലും ഒരു പക്ഷേ ഹോബിക്ക് അവൻ ചായക്കപ്പ് പിടിക്കുന്നതിലെ പതർച്ചയും മുഖത്ത് ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത തരം ലജ്ജയാർന്ന പുഞ്ചിരിയും മനസ്സിലാവില്ലായിരുന്നല്ലോ. എങ്കിലും ഹോബി ഒന്നും തന്നെ ചോദിച്ചില്ല. പകരം അവൻ പുറകോട്ടൊന്ന് ചാഞ്ഞിരുന്നു. ശേഷം വാക്കുകൾ മതിയാവാതെ വരുമ്പോൾ എപ്പോഴും ചെയ്യുന്നത് പോലെ ഒരു മൂളിപ്പാട്ടും പാസാക്കി. എന്തോ ജിമിന് തന്റെ ഹൃദയതാളം മുറുകുന്നത് പോലെ തോന്നി. ഒരു രഹസ്യം പോലെ അവർക്ക് ചുറ്റും പെയ്തുകൊണ്ടിരിക്കുന്ന ആ മഴയിൽ അവൻ ആ സത്യം ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുകയായിരുന്നു. ഇതുവരെ അവനത് ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ടില്ലെങ്കിലും അവൻ അറിയാം, ഹി വാസ് ഇൻ ലവ്. മാത്രവുമല്ല, തൻ്റെ തോളോട് തോൾ ചേർന്നിരിക്കുന്ന ഹോബിയിലൂടെ അവനത് തിരിച്ചറിയുകയായിരുന്നു. മേ ബി, ജസ്റ്റ് മേ ബി, ദ ഫീലിംഗ് വാസ് ഹിസ് അലോൺ. Wow, so sweet. ഹബറി, ഗുഡ് നൈറ്റ്. നീ ഇതെവിടെ പോന്നു? എനിക്ക് കുഴപ്പം വരുന്നു. അല്ല, അപ്പൊ ഇതിന്റെ ബാക്കി? അത് അത്രേ ഉള്ളൂ. കോപ്പെ വരുന്നില്ലേ? നൈറ്റ് ഷിഫ്റ്റ് ഉള്ളതാ. പോടി കിണ്ടി. മര്യാദയ്ക്ക് ഉറങ്ങാൻ പോയി എന്നെ പിടിച്ചിരുത്തി ഉള്ള കഥയും പറഞ്ഞ് ഇത് ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞാ ഞാൻ ഇനി ബാക്കി എവിടെ പോയി ഉണ്ടാക്കാനാ? നീ എവിടെയെങ്കിലും പോയി ഉണ്ടാക്ക്. ആള് വീട് ചക്കരെ. പുല്ല്, മനുഷ്യന്റെ ഉള്ളുറക്കം പോയി. മഴ. മഴ ചെറിയൊരു വികാരമല്ലാതല്ലാതല്ല, അല്ലയോ? അല്ലെങ്കിൽ ഒരു കപ്പ് ചായ കുടിക്കാം. ഓ, ഒരു ചായക്ക് ഇത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നോ? ഇടക്കുരുവി കൊള്ളാലോ. അപ്പോ സിംഗിളിന്ന് നിങ്ങളാവാൻ അത്ര ദൂരമൊന്നും ഇല്ല അല്ലേ? കൊള്ളാം. കുരുവികളായിരുന്നു. ഓഹോ, അല്ലേലും നമുക്കൊക്കെ ഈ സിംഗിളേ പറഞ്ഞിട്ടുള്ളൂ. പുല്ല്. അവളുടെ അമ്മൂമ്മയുടെ ഒരു മഴ. All the best, love birds.